السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. الله سبحانه وتعالى നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ട മുഅ്മിനീങ്ങൾക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപകടം സംഭവിച്ച് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ദുആ ചെയ്യാനുണ്ട്. അല്ലാഹു എല്ലാവരും ആജിലായി ശിഫായിലെ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരുടെ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മളെയും കുടുംബത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അവസാനം പൂർണ്ണ ഈമാനോടെ കരീമിലൂടെ കൊണ്ട് വിട പറയാം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിൽ നിർവഹിക്കുവാനും റാഹത്തായി ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തിരിച്ചെത്താൻ കഴിഞ്ഞു. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മഹല്ലിൽ നിന്നും ധാരാളം ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. പലരും തിരിച്ചെത്തി. ഏതാനും ആളുകൾ ഈ അടുത്ത ആഴ്ചകൾക്കുള്ളിലായിട്ട് നാട്ടിലേക്ക് എത്താറുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മരണങ്ങളെ സ്വീകരിക്കട്ടെ. നമുക്കും നമ്മുടെ തലമുറകൾക്കും പരിശുദ്ധമായ ഹറമൈനിൽ ചേർന്ന് വിശുദ്ധമായ ഹജ്ജ് ഉംറയും സിയാറത്തുമൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ വർഷം നമ്മുടെ നാട്ടിലും ബന്ധത്തിലൊക്കെ പോയ ആളുകളുണ്ട്. അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ കൂടാതെ തിരിച്ചെത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകളോട് പരിശുദ്ധ ഖുർആനിലൂടെ പലപ്പോഴായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുന്നത്, പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത സൗകര്യങ്ങളിലൂടെ ജീവിക്കാൻ നമുക്ക് സാധ്യമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രത്യേകമായി നൽകിയ അവന്റെ നിഅമത്തുകളെ കൊണ്ടാണ്, മോശാനങ്ങളെ കൊണ്ട് മാത്രമാണ്. അങ്ങനെയുള്ള നിഅമത്തിൽ ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ മറന്നു പോകുന്ന പ്രവർത്തനങ്ങൾ, റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അറിയാതെ അശ്രദ്ധരാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ല എന്ന് പടച്ച റബ്ബ് നമ്മൾ പലപ്പോഴായി ഉണർത്തുന്നു. നമ്മളെല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് നമ്മൾ മുനാജാത്ത് നടത്തുന്നതിന്റെ തുടക്കത്തിൽ നമ്മൾ ഫാത്തിഹ കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഫാത്തിഹയുടെ പ്രത്യേകത എന്താണ്? ഫാത്തിഹയുടെ ആരംഭം തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബിസ്മി കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനെ ഹംദ് ചെയ്യുകയാണ്. എല്ലാ സ്തുതികളും എല്ലാ ഹംദുകളും എല്ലാ വാഴ്ത്തലുകളും അല്ലാഹുവിനെ മാത്രമാകുന്നു. എന്താണ് എല്ലാ വാഴ്ത്തലുകൾ അല്ലാഹുവിനെ മാത്രം സമർപ്പിക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാവുന്ന കാര്യം തന്നെ. വീണ്ടും വീണ്ടും നമ്മൾ ഓരോ നിസ്കാരത്തിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? എല്ലാ വാഴ്ത്തലുകളും അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാൽ പോലും നമ്മുടെ ഹൃദയത്തിൽ അത് ഉൾക്കൊള്ളാൻ പലപ്പോഴും ശ്രദ്ധയുണ്ടായി പോകുന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാ വാഴ്ത്തലുകൾക്കും അർഹത അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്? റബ്ബിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തെ തർബീയത്ത് നടത്തുന്നവൻ അല്ലാഹുവാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് സർവ്വലോക രക്ഷിതാവാണ് അല്ലാഹു എന്ന്. അങ്ങനെ ഒരു സാഹിത്യ ഭാഷയിൽ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. അല്ലാഹു തആല നമ്മുടെ റബ്ബാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു തആല നമുക്ക് തർബീയത്ത് ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു നമ്മുടെ പരിപാലകനാണ് എന്ന് പറഞ്ഞു വെക്കേണ്ട ഒന്നല്ല. തർബീയത്തിന്റെ അർത്ഥം സൂചി ആവശ്യമുള്ളവന്റെ സൂചി കൊടുക്കുകയും ആന ആവശ്യമുള്ളവനെ ആന കൊടുക്കുകയും ചെയ്യുക എന്നാണ്. നോക്കൂ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിയിലുണ്ട്. ഈ പള്ളിയിലുള്ള ഓരോ അടിമകൾക്കും നൽകപ്പെടുന്ന ശ്വാസത്തിന്റെ വായുവിന്റെ അളവ് ഒരുപോലെയാണോ? എല്ലാവർക്കും നൽകപ്പെടുന്ന ശ്വാസോച്ഛ്വാസത്തിന്റെ അളവ് ഒരുപോലെയാണോ? നമ്മുടെ ഹൃദയത്തിന്റെ പമ്പിങ് ഒരുപോലെയാണോ?
ഓരോരുത്തർക്കും ആവശ്യമുള്ള അളവിലാണ് നൽകപ്പെടേണ്ടത്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രക്രിയകളിൽ ആ പ്രക്രിയകളുടെ ഭാഗമാകുന്ന അല്ലാഹു നമുക്ക് സമ്മാനമായി വരദാനമായി നൽകിയിട്ടുള്ള അവന്റെ പടച്ചറപ്പിന്റെ വായു, നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ, അവയുടെ ഘടനകൾ എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും അളവനുസരിച്ച് അവർക്ക് നൽകപ്പെടുകയാണ്. നമ്മൾ പറയാറില്ല, ചില ആളുകൾക്ക് കൂടുതൽ അവർക്ക് അവരുടെ രക്തത്തിന്റെ പമ്പിങ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതിന് കൃത്യമായ ഒരു മിതത്വം ഉണ്ടാകണം. അവനവന്റെ ശരീര പ്രകൃതിക്ക് ആവശ്യമാകുന്ന അളവിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. എല്ലാവരുടെ വായിലേക്ക് നൽകപ്പെടുന്ന ഭക്ഷണം പോലെയാണ്. ആ ഭക്ഷണം ഓരോരുത്തരുടെ ശരീരത്തിലേക്കും ആവശ്യമായ പോഷകങ്ങളുടെ വിതരണം നടക്കപ്പെടുന്നത് ഒരുപോലെയാണോ? ഒക്കെ പോലെ വിസർജനം നടക്കുന്നത് ഒരുപോലെയാണോ? അല്ല. ആളുകളുടെ ശരീരഘടനക്കനുസരിച്ച് വ്യത്യാസം വരും. ഇങ്ങനെ ഈ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് ആവശ്യമായ അളവിൽ, ആവശ്യമായ സമയത്ത്, ആവശ്യമായ നിലയിൽ നൽകപ്പെടുന്ന വിഹിതങ്ങൾ, അതൊക്കെ റബ്ബിന്റെ നിഅമത്തുകളാണ്. ഇതാണ് റബ്ബ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. അൽഹംദുലില്ലാഹ്. നമ്മളെപ്പോഴും അൽഹംദുലില്ലാഹ് പറയാൻ നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് ഓരോ ദുആഇന്റെ തുടക്കത്തിൽ നമ്മൾ ഹംദ് പറയുന്നത്. എപ്പോ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ഹംദ് പറയുന്നത് എന്തിനാണ്? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ ഹംദ് എന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അല്ലാഹുവിന്റെ റബ്ബാണ്. ഞാൻ ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡിൽ എനിക്ക് ആവശ്യമായ, ഞാൻ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, എല്ലാം എനിക്ക് വേണ്ട അളവിൽ നൽകുന്നത് അല്ലാഹുവാണ്. നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുന്ന നേരത്ത് നമുക്ക് ബോധമില്ലാത്ത സമയമാണ് നമ്മുടെ ഉറങ്ങുന്ന നേരം. ആ ഉറങ്ങുന്ന നേരത്ത് പോലും ഓരോരുത്തരുടെയും ശരീരം ഘടനയ്ക്ക് ആവശ്യമാകുന്ന അളവിലുള്ള എല്ലാ വിഭവങ്ങളെയും അല്ലാഹു തആല സമ്മാനമായി നൽകുകയാണ്. നമ്മുടെ നമ്മൾ ജനിച്ചതു മുതൽ മരിക്കുന്നത് വരെയുള്ള പതിറ്റാണ്ടുകളുടെ കാലങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും നമുക്ക് അല്ലാഹു തആല എല്ലാം പാകമായ അളവിൽ നൽകി. ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പ്രാണികളെ കാണാം, ചെറിയ ജീവികളെ കാണാം, വലിയ ജീവികളെ കാണാം. ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന വലിയ പർവ്വതങ്ങളെയും വലിയ വൃക്ഷങ്ങളെയും ഒക്കെ കാണാം. എല്ലാത്തിനും അല്ലാഹു തആല സമയാസമയങ്ങളിൽ ആവശ്യമായ അളവിൽ വിഭവങ്ങൾ നൽകുന്നുണ്ട്. ചില മരങ്ങളിൽ നല്ല മഴയുള്ള കാലങ്ങളിലാണ് ഫലങ്ങൾ ഉണ്ടാവുക, മറ്റു ചില മരങ്ങളിൽ നല്ല വെയിലുള്ള കാലങ്ങളിലാണ് പഴങ്ങൾ ഉണ്ടാവുക. എല്ലാം അല്ലാഹു തആല സംവിധാനിക്കുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ടാണ് പടച്ചറബ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞത്, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. ഈ ഭൂമിയിലെ ഏതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെ, അവൻ അനുഭവിക്കുന്ന സുഖങ്ങളുടെ എല്ലാത്തിന്റെയും കണക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഇടകളിലാണ്. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പരമധാനിയിൽ പൊതിഞ്ഞിരിക്കുകയാണ്. നമ്മളെ അല്ലാഹു തആല അവന്റെ അനുഗ്രഹങ്ങളുടെ ഒരു പറുദീസയിലൂടെയാണ് നമ്മളെ ഇങ്ങനെ നടത്തി കൊണ്ടുപോകുന്നത്. ആ അനുഗ്രഹത്തിന്റെ പറുദീസയിൽ നിന്ന് നമ്മളെ ഇന്ന് പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ അനങ്ങാൻ കഴിയാതെ നിശ്ചലമായി പോകും നമ്മൾ. അല്ലാഹു അതിന്റെ നിഅമത്തുകൾ നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിന്റെ നിഅമത്തുകൾ എപ്പോഴും മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന റബ്ബിന്റെ നിഅമത്തുകൾ മാത്രമാണ്. ആ നിഅമത്തുകളെ കുറിച്ചുള്ള ഓർമ്മകൾ മനുഷ്യനുണ്ടാകണം. അവന്റെ ആലോചനകൾ അതിലേക്ക് ഇങ്ങനെ നീങ്ങി പോകണം. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ. എത്രയോ സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്, ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി. തന്റെ മുമ്പിലേക്ക് വന്നു വരുന്ന വിഭവങ്ങളെ കുറിച്ച്, അന്നങ്ങളെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അനുഭവിച്ചു പോകുന്ന നിഅമത്തുകളെ കുറിച്ച്, ആരാണ് എന്നെ പടച്ചത്, ആരാണ് എനിക്ക് അന്നം നൽകുന്നത്, ആലോചനയുണ്ടാകണം. ഓരോരുത്തരും അവനവന്റെ സ്വശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ എത്രയുണ്ട്. നമ്മുടെ ശരീരങ്ങളിൽ ഓരോന്നിലും നമ്മുടെ കണ്ണിലേക്ക്, കാതിലേക്ക്, നമ്മുടെ ശ്വാസനാളത്തിലേക്ക് മാത്രം ആലോചന കൊണ്ടുപോയാൽ നമ്മൾ അനുഭവിക്കുന്ന, ശ്വസിക്കുന്ന ഓരോ സെക്കൻഡ് നേരത്തെ ശ്വാസങ്ങൾക്കും ഈ ദുനിയാവിൽ അതിന് വിലയിട്ടാൽ കോടിക്കണക്കിന് രൂപ കൊണ്ടുപോലും അതിന് മറികടക്കാൻ കഴിയില്ല. അല്ലാഹു നൽകിയ നിഅമത്തുകളാണ്. അതേക്കുറിച്ച് എപ്പോഴും മുഅ്മിനീങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അതിനെ ആലോചിക്കണമെന്ന് മാത്രമല്ല, അതിനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ പാപം അടിമയാണ് എന്ന ബോധമുണ്ടാകുന്നത്. ആ ആലോചനയിൽ നിഅ്മത്ത് കൂടി കൂടി വരുമ്പോ മനുഷ്യനെ ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്. എല്ലാം എന്റേത് മാത്രമാണ്, ഞാൻ ഉണ്ടാക്കിയതാണെന്നൊരു തോന്നൽ. ആ തോന്നൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ അധികാരങ്ങളെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കണ്ണ് ചെമ്മി തുറക്കുന്നതിന്റെ മുമ്പ് ഒരു സിംഹാസനത്തിന്റെ മുമ്പിലേക്ക് ഹാജരാക്കുവാനുള്ള സൗകര്യം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവർക്ക് റബ്ബ് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്ത ഉടനെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ള ഫദ്ലാണ്. അവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഫദ്ലാണ് എന്ന് പറയാനുള്ള കാരണം, അല്ലാഹു എനിക്ക് ഇത്രയും വലിയൊരു നിഅ്മത്ത് നൽകിയത് അത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ നിഅ്മത്തിന് ഞാൻ ശുക്ർ ചെയ്യുന്നവനാണോ, അതല്ല ഈ നിഅ്മത്ത് കിട്ടിയാൽ അല്ലാഹുവിനെ ഞാൻ മറന്നു പോകുന്നവനാണോ എന്ന് എന്നെ പരീക്ഷിക്കാനാണ് അല്ലാഹു എനിക്ക് ഈ സൗകര്യം നൽകിയത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന കാര്യമാണ്. പക്ഷെ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ട് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു നോക്കിയാൽ അല്ലാഹുവിന്റെ നിഅ്മത്തിൽ മതിമറന്നു പോയവരെ കാണാം, നിഅ്മത്ത് കിട്ടിയപ്പോൾ ശുക്ർ ചെയ്തവരെ കാണാം. ഒരേ കാര്യം തന്നെയാണ്. നമുക്ക് സമ്പത്ത് നമുക്കൊക്കെ അനുഗ്രഹമാണ്. പക്ഷേ ആ സമ്പത്താകുന്ന അനുഗ്രഹം ലഭിച്ചവരുണ്ട്, ആ സമ്പത്ത് കൊണ്ട് പടച്ചറപ്പിന്റെ നരകത്തെ വാങ്ങിയവരുമുണ്ട്. ഒരേ സാധനമാണ് ധനം. ആ ധനം കൊണ്ട് സമ്പത്തിനെ സ്വർഗത്തെ വാങ്ങിയവരാണ്. തന്റെ കയ്യിലുള്ള പണം മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിച്ച് ആ സമ്പത്ത് കൊണ്ട് സ്വർഗത്തെ വാങ്ങിയവരാണ്. എന്നാൽ സമ്പത്ത് കൊണ്ട് നരകം വാങ്ങിയവരെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഖാറൂനിന്റെ കഥ. ഖാറൂനിന്റെ കഥ പരിചയപ്പെടുത്തിയിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണ്? ഖാറൂനെ അല്ലാഹുവിന്റെ പ്രവാചകനോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു നബിയുടെ ദുആയുടെ ഫലമായി കൊണ്ടാണ് ഖാറൂന് സമ്പത്ത് കിട്ടിയത്. പക്ഷെ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എനിക്ക് കിട്ടിയത് എന്റെ വിജ്ഞാനം കൊണ്ടാണ്, എന്റെ മേന്മ കൊണ്ടാണ്, എന്റെ കരുത്ത് കൊണ്ടാണ് എന്ന് ഖാറൂൻ അധികാരം പറഞ്ഞു. ഖാറൂനെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഒരേ കാര്യമാണ്. നോക്കൂ, ഈ പണം കൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ സ്വർഗ്ഗം നേടിയത്. ഈ ധനം കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം ലഭിക്കുന്നത്. ഈ ധനം കൊണ്ടാണ്. പക്ഷേ സാക്ഷാൽ ഖാറൂനെ അല്ലാഹു തആല ഏറ്റവും വലിയ അദാബ് കൊണ്ട് പരീക്ഷിക്കുകയും ചെയ്തു. ഒരൊറ്റ കാര്യം. ഇവിടെ എന്താ മാറ്റം? എന്താണ്? ആ അനുഗ്രഹത്തോടുണ്ടാകുന്ന ഓരോരുത്തരുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. ആ മനോഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലങ്ങൾക്ക് മാറ്റം വരും. നോക്കൂ, അധികാരം മനുഷ്യൻ ആസ്വദിക്കുന്ന മറ്റൊരു മേഖലയാണ്. അധികാരമാകുന്ന നിഅ്മത്തിനെ ആസ്വദിച്ചവരാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷേ അധികാരത്തിന് നിഅ്മത്ത് കിട്ടിയപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്നേ പറഞ്ഞു. ഇതിന്റെ റബ്ബിന്റെ അവശാരമാണ്, എനിക്കൊരു പങ്കും ഇതിലില്ല. എന്നാൽ അധികാരമാകുന്ന അനുഗ്രഹത്തെ അല്ലാഹു താരത്തിൽ വെച്ച് കിട്ടി കൊടുത്തു ആർക്ക്? ഫിർഔനിന്. ഫിർഔൻ അധികാരത്തെ സ്വീകരിച്ചു. അധികാരത്തെ സ്വീകരിച്ചപ്പോൾ ഫിർഔൻ പറഞ്ഞത് എന്താണ്? ഫിർഔൻ പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ. അലൈസ ലീ മുൽക്കു മിസ്റ വഹാദിഹി അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. കൂടെയുള്ളവരോട് ചോദിക്കാൻ, ഈ രാജ്യത്തിന്റെ അധികാരം മുഴുവനും എന്റെ കയ്യിലല്ലേ? എന്റെ താഴെക്കൂടെയല്ലേ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നത്? ഇവിടെയുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ്, ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ എന്ന് അധികാരത്തിന്റെ നിഅ്മത്ത് പടച്ചറപ്പ് കൊടുത്തപ്പോൾ അതിൽ അഹങ്കാരം കാണിച്ച ഫിർഔനിനെ അത് സമ്മതിച്ചു. എല്ലാം തന്റെ കീഴിലാണെന്ന് പറയുന്ന ഫിർഔനിനെ ഏറ്റവും നിന്ദ്യമായി ആരോടാണോ താൻ പോരടിച്ചിരുന്നത്, ആ പോരടിച്ചിരുന്ന ജനതയോട് ചെങ്കടലിന്റെ നടുക്കടലിൽ കിടന്ന് മുങ്ങിത്താവുന്ന നേരത്തെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുവോ എന്ന് വിലപിക്കുന്ന കെഞ്ചുന്ന അവസ്ഥയിലേക്ക് എത്തി. അവസാനം ഞാൻ നിങ്ങളുടെ പടച്ചോടെ കൊണ്ട് വിശ്വസിച്ചോളാം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഒരേ കാര്യമാണ്.
അധികാരം എന്ന് പറയുന്ന നിഅമത്ത്, ആ നിഅമത്ത് കൊണ്ട് തന്നെയാണ് ഒരാൾ സ്വർഗ്ഗം നേടിയത്, ഒരാൾ നരകം നേടുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഏതൊരു ഇടത്തു നിന്ന് നോക്കിയാലും അവന് സ്വർഗത്തിലേക്ക് ഒരു കോടി ഉണ്ടാകും, അവിടെ നിന്ന് തന്നെ നരകത്തിലേക്കും ഒരു കോടി ഉണ്ടാകും. ഞാൻ ഒരു അധ്യാപകനാണെങ്കിൽ എന്റെ അധ്യാപന മുറിയിൽ നിന്ന് എനിക്ക് സ്വർഗത്തിലേക്ക് ഒരു കോടി കിട്ടും, നരകത്തിലേക്കും കിട്ടും ഒരു കോടി. അത് ഏത് രീതിയിൽ ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ് ഞാൻ ഏത് കോടിയിൽ കയറി പോകുന്നു എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്കൊക്കെ നമ്മുടെ ഓരോ സെക്കൻഡുകളും പടച്ച റബ്ബ് നൽകിയ നിഅമത്തിലുള്ള ജീവിതമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിഅമത്തുകൾ നമ്മൾ തെറ്റു ചെയ്തിട്ടും തെറ്റിങ്ങനെ ചെയ്തിട്ടും പിന്നെയും പടച്ച നിഅമത്തിനെ തരികയാണ്. ഞാൻ കുറ്റങ്ങൾ ചെയ്യുന്ന പടച്ച നിഅമത്തിനെ തരുന്നു, ഞാൻ വീണ്ടും ധിക്കാരം കാണിക്കുന്ന ഹറാമ് ചെയ്യുന്ന പടച്ച നിഅമത്തിനെ തരുന്നു. അങ്ങനെയുള്ള നിഅമത്തിനെ പേടിക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു മൃഗത്തെ അറുക്കാൻ കൊണ്ടുപോകുന്ന നേരത്ത് അറക്കാൻ കൊണ്ടുപോകുന്ന നേരത്തിൽ കത്തി കഴുത്തിൽ വെക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ആ മൃഗത്തിന്റെ മുമ്പിലേക്ക് പുല്ലു നീട്ടി കൊടുക്കുന്ന പോലെയാണ് നിങ്ങൾ തെറ്റു ചെയ്തിട്ടും നിങ്ങൾക്ക് അല്ലാഹു തആല നിഅമത്ത് തരുന്നുണ്ടെങ്കിൽ അതിനെ നോക്കി കാണേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആൻ പറയുന്നുണ്ട് പലയിടങ്ങളിലും അല്ലാഹു പല പ്രവാചകന്മാരുടെ തലമുറകൾക്കും അല്ലാഹു തആല അനുയായികൾക്കും നിഅമത്തുകൾ കൊടുത്തു. പക്ഷേ ആ നിഅമത്തുകളെ കുറിച്ച് അവർ മറന്നു കളഞ്ഞപ്പോൾ അല്ലാഹു തആല വിചാരിച്ചു ഇനിയൊന്നും പ്രത്യേകിച്ച് വരാനില്ല എന്ന് കരുതിയപ്പോഴാണ് അല്ലാഹു തആല പെട്ടെന്ന് അദാബിനെ അവരിലേക്ക് ഇറക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴും നിഅമത്തുകളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് റബ്ബ് ചെയ്ത നിഅമത്തിനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഈ ലോകത്ത് മറ്റൊരാൾക്കും അറിയാതെ എനിക്ക് മാത്രം ആലോചിച്ചാൽ അറിയാൻ കഴിയുന്ന കാര്യം അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്താണ്. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ പിണങ്ങേണ്ട ഘട്ടങ്ങളെ ഇല്ലാതെയാക്കിയത്, എന്റെ മക്കളെ അല്ലാഹു തആല അപകടങ്ങളിൽ സംരക്ഷിച്ചത്, എന്റെ മാതാപിതാക്കളെ ഇപ്പോഴും എനിക്ക് ബാക്കിയാക്കി നൽകിയത് അല്ലാഹുവിന്റെ നിഅമത്തുകളാണ്. ആ നിഅമത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ ആഗ്രഹിക്കാത്ത നേരത്ത് അല്ലാഹു പറയാറില്ലേ, വീട് പണി തുടങ്ങുമ്പോൾ എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അല്ലാഹു തആല എങ്ങനെ പൂർത്തിയാക്കിയെന്ന് അറിയില്ല. അത് നിഅമത്താണ്. ആ നിഅമത്ത് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ നമ്മൾ കൂടുതൽ വിധേയത്വമുള്ളവരാകും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹംദ് ഇല്ലാത്ത ഒരു കാര്യം മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹംദ് പറയുമ്പോഴേ ഇത് നിഅമത്താണ് എന്ന് ഓർമ്മയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ നാവിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. നമ്മളൊക്കെ ശൈഖുൽ ബർഹ് മത്തിപ്പറ്റ ഉസ്താദ് അനുഭവിച്ചവരാണ്. ഹംദ് ചുണ്ടിൽ നിന്ന് മാഞ്ഞുപോയ നേരം ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അവന്റെ നിഅമത്തുകൾ നമുക്ക് പൂർത്തിയാക്കി നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.